ആടുത്രി അത്രയ്ക്ക് നന്നായില്ല, അത്ര ഗംഭീരമായില്ല, എന്നാൽ അതിനേക്കാൾ മുകളിലായിരുന്നു എന്നൊക്കെ തുടങ്ങി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരും. പക്ഷേ ആട് ഫ്രാഞ്ചൈസിനെ സ്നേഹിക്കുന്നവർ തിയേറ്ററുകളിലേക്ക് പോകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ബുക്ക് മൈ ഷോയിലെ കണക്കുകൾ പ്രകാരം. കഴിഞ്ഞ 24 മണിക്കൂറിൽ 2,56,000 മുകളിൽ ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി മാത്രം വിറ്റഴിക്കപ്പെട്ടത്. വേറെയും ബുക്കിംഗ് ആപ്സ് ഉണ്ട്, ടിക്കറ്റ് കൗണ്ടേഴ്സ് ഉണ്ട്, അങ്ങനെ നേരിട്ട് പോയി ടിക്കറ്റ് എടുക്കാൻ കഴിയുന്ന പരിപാടികളുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഇതിനേക്കാൾ മുകളിലൊക്കെ കണക്ക് വരും. പക്ഷേ ബുക്ക് മൈ ഷോയിലാണ് സാധാരണ ഈ ട്രെൻഡിങ് ആയിട്ടുള്ള ലിസ്റ്റും കണക്കുകളൊക്കെ പുറത്തു വരുന്നത് കൊണ്ട് മാത്രം 2,56,000 എന്ന കണക്ക് നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നത് മാത്രമേ ഉള്ളൂ. ഷാജി പപ്പൻ, അറക്കൽ അബു, ക്യാപ്റ്റൻ ക്ലീറ്റസ്, അങ്ങനെ തുടങ്ങി സാത്താൻ സേവിയർ, പി ശശി, സർബത്ത് സമീർ, അങ്ങനെ ഈ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സൊക്കെ തന്നെ മലയാളികളുടെ ഇടയിൽ വളരെ ഐക്കോണിക്കായിട്ട് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ്. അവർ വീണ്ടും ഒരു 8 വർഷങ്ങൾക്ക് ശേഷം ഒരു മൂന്നാം ഭാഗത്തിൻ്റെ പാർട്ട് 1 എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുണ്ടാവുന്ന വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല. ഒന്നാമത്തെ കാര്യം, ഇവരിതിനകത്ത് ജോണർ മാറ്റിയിട്ടുണ്ട്. സാധാരണയായി ആട് 1ഉം 2ലും ഒക്കെ പോലെ കോമഡികൾ മാത്രം നിറയ്ക്കുന്നതല്ല ആടുത്ര. ഒരു എപ്പിക് ഫാൻറ്റസിയിൽ കോമഡി സൃഷ്ടിക്കുക എന്നൊരു വലിയ വെല്ലുവിളിയും കൂടിയാണ് മിഥുൻ മാനുവൽ തോമസ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതിനകത്ത് ഒരുപാട് ഹ്യൂമർ എലമെൻറ്റ്സ് ഉണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും സജീവമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ കണ്ടവർക്ക് കുറേ മൊമെൻറ്റ്സ് റിലേറ്റ് ചെയ്യാൻ പറ്റും, എന്നാൽ കാണാത്തവർ ഇനിയും ഒരുപാട് പേര് ഉണ്ട് താനും. അങ്ങനെ എല്ലാ രീതിയിലും നോക്കുമ്പോഴേക്കും ഈ സിനിമയ്ക്ക് നല്ലൊരു തുടക്കമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ദുരന്തർ പോലൊരു ചിത്രവുമായിട്ട് ക്ലാഷ് റിലീസ് വെക്കുന്ന സമയത്താണ് ഇത്രയും വലിയൊരു കളക്ഷനും കൂടി, ടിക്കറ്റ് വൈസ് ഇത്രയും വലിയൊരു മുന്നേറ്റവും കൂടി ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഓർക്കുക, വെള്ളിയാഴ്ചയാണ് ഇന്ന്, ശനിയും ഞായറും ഒക്കെ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ ഒരു ഘട്ടത്തിൽ ഇനി വീക്കെൻഡ്സ് തുടങ്ങുന്നതിന് മുമ്പെയാണ് ഈ ഒരു തുടക്കം എന്നതും കൂടിയാണ് ആലോചിക്കേണ്ടത്. അതായത് ലാസ്റ്റ് 24 hours എന്ന് പറയുമ്പോഴേക്കും വ്യാഴം നിന്ന് വെള്ളിയിലേക്ക് വരെയുള്ള ദൂരം, അതിനിടയിലാണ് ഈ 2,56,000 ടിക്കറ്റുകളോളം വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. ശനി ഞായറും ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മൗത്ത് പബ്ലിസിറ്റി കൂടും, അതനുസരിച്ച് ടിക്കറ്റുകൾ കൂടുകയും ചെയ്യും. ഇന്നലെ അർദ്ധരാത്രി 12 മണിക്കുള്ള ഷോയ്ക്ക് വരെ ഹൗസ്ഫുൾ ആവുന്ന സാഹചര്യം അത് തുടർന്നും ഇനി വരാൻ പോകുന്ന ഈ 2 ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരവും അങ്ങനെ തന്നെയാണ്. ദുരന്തർ ഒരു ഘട്ടത്തിൽ എടുത്ത് നോക്കിയാൽ വളരെ മാസീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെറ്റ് കളക്ഷൻ, ഗ്രോസ് അല്ല, നെറ്റ് കളക്ഷൻ മാത്രം 100 കോടിക്ക് മുകളിൽ പോയിരിക്കുകയാണ്. ഓബ്വിയസ് ആയിട്ട് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 1000 crores ഈസിലി ടച്ചബിൾ ആണ് നിലവിലത്തെ സാഹചര്യത്തിൽ എടുത്ത് നോക്കിയാൽ. കാരണം വീക്കെൻഡ്സ് വരാൻ പോകുന്നതേ ഉള്ളൂ എന്നത് തന്നെയാണ് ഘട്ടത്തിൽ. അപ്പോൾ ഒരു പാൻ ഇന്ത്യൻ സിനിമയും മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്രാഞ്ചൈസിലെ സിനിമയും കൂടി ഒരുമിച്ച് റിലീസ് ചെയ്തിട്ട് 2 പേർക്കും മികച്ച തുടക്കം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നത് നിസ്സാരപ്പെട്ട പരിപാടിയല്ല. അപ്പോൾ നമുക്കിത് എ യൂണിയൻ ബി എന്നൊക്കെ പറയുന്ന പോലെ പാൻ ഇന്ത്യൻ മാർക്കറ്റ് ഇൻ യൂണിയൻ അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റിംഗ് കേരള മാർക്കറ്റ് എന്ന് നോക്കുമ്പോഴേക്കും നമുക്ക് കേരള മാർക്കറ്റ് മാത്രമായിട്ട് പരിശോധിക്കാം. കേരളത്തിൽ വളരെ ഈക്വലി ബാലൻസ്ഡ് ആയിട്ടാണ് ദുരന്തറും ആട് 3 മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ദുരന്തറിന് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഓബ്വിയസ്ലി ആട് 3ക്ക് പോകാം, കാരണം 2നും മികച്ച അഭിപ്രായങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതേപോലെ തന്നെ തിരിച്ചും ആട് 3ക്ക് ടിക്കറ്റ് ഇല്ലെങ്കിൽ ദുരന്തർ കാണാൻ പോകാം എന്ന് ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസം കുടുംബ പ്രേക്ഷകർക്കിടയിലാണ്. കാരണം ദുരന്തർ ഒരു എ സർട്ടിഫൈഡ് സിനിമയാണ്, ആട് ഒരു യു സർട്ടിഫൈഡ് സിനിമയാണ്. അപ്പോൾ കുട്ടികളുമായിട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ദുരന്തർ ഒരു ഓപ്ഷനെ അവർ വെക്കില്ല, ആടായിരിക്കും അവർ മുന്നോട്ട് വെക്കുന്ന ഒരു ഓപ്ഷൻ. ഇങ്ങനെ 2 ഘട്ടത്തിലും കൂടിയാണ് കേരള മാർക്കറ്റിൽ ഇപ്പോൾ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് തിയേറ്റേഴ്സുകളുടെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമൊക്കെ വരാം. കാരണം ആടിന് നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നത് കൊണ്ട് മലയാളി ഓഡിയൻസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും ആട് തന്നെയായിരിക്കും. കാരണം കുട്ടികളുടെ പരീക്ഷയും ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കുട്ടികളുമായിട്ട് തിയേറ്ററുകളിൽ പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദുരന്തറിൻ്റെ സ്ക്രീൻ ഷോസ് സ്വാഭാവികമായിട്ടും കുറഞ്ഞ് ആട് 3ക്ക് കൂടാനുള്ള ചാൻസും കാണുന്നുണ്ട്. നോട്ട് ടേക്കിംഗ് ദ ഫാക്ട് ദുരന്തർ മോശം സിനിമ ആയതുകൊണ്ടോ അതുകൊണ്ടോ അഭിപ്രായങ്ങൾ കുറവായതുകൊണ്ടോ ഒന്നുമല്ല ആ തിയേറ്ററുകളുടെ എണ്ണം കുറയുന്നത്, സാഹചര്യങ്ങൾ അതായതുകൊണ്ട് മാത്രമാണ് എന്ന് കരുതി ദുരന്തറിനുണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വലുതൊന്നും പോകുന്നൊന്നുമില്ല. GCC മാർക്കറ്റ് ദുരന്തറിന് വേണ്ട എന്നത് ആദ്യ ഭാഗത്ത് നിന്ന് അവർ തെളിയിച്ചതാണ്. ഏകദേശം 1,436 കോടി രൂപയാണ് ആദ്യ ഭാഗത്തിൽ ദുരന്തറിന് കളക്ട് ചെയ്യാൻ സാധിച്ചത്. സ്വാഭാവികമായിട്ട് അന്ന് തിയേറ്ററുകളിൽ പോവാതെ പിന്നീട് OTTയിൽ ആദ്യ ഭാഗം കണ്ട പ്രേക്ഷകരും കൂടി തിയേറ്ററിലേക്ക് പോകാനുള്ള ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ വരും. വിച്ച് മീൻസ് ദുരന്തർ 2ാം ഭാഗം ദ റിവെഞ്ച് കാണാൻ വേണ്ടിയിട്ട് ആദ്യ ഭാഗം OTTയിൽ കണ്ടവരും തിയേറ്ററിൽ കണ്ടവരും ഒരുമിച്ചായിട്ടായിരിക്കും കൂട്ടം കൂടി വരുന്നത്. അതുതന്നെയാണ് ഈ നെറ്റ് കളക്ഷൻ 100 കോടിയിലേക്ക് മുകളിലെത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഉറപ്പായിട്ടും 1000 crores മുകളിലേക്ക് ഇത് ടച്ച് ചെയ്യും. അതിന് എത്ര നാൾക്കുള്ളിൽ ടച്ച് ചെയ്യുമെന്നാണ് അറിയേണ്ടത്. ഈ സാറ്റർഡേ സൺഡേ കളക്ഷൻ വളരെയധികം നിർണായകമാണ് ദുരന്തറിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെയാണ് മലയാളി ഓഡിയൻസിന് കേട്ടർ ചെയ്യുന്ന ആടിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ ശനിയും ഞായറും അവർക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഒന്നാമത് ഫെസ്റ്റിവൽ സീസൺ, അതിൻ്റെ കൂട്ടത്തിലാണ് വീക്കെൻഡ്സും കൂടി വരുമ്പോഴേക്കും ആളുകൾക്ക് റിലാക്സ് ചെയ്യാനും ഒരുമിച്ച് നിൽക്കുന്നവർക്ക് സിനിമയ്ക്ക് പോകാനും ഒക്കെ സാധാരണയായിട്ട് വരുന്ന, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ടൈമും ഇത് തന്നെ ആയതുകൊണ്ട് പെർഫെക്റ്റ്ലി പിച്ചിങ് ആണ് ഈ 2 സിനിമകളും, ദുരന്തറും ആട് 3. ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ടോക്സിക് ഈ പ്രധാനപ്പെട്ട സംഭവത്തെ ഇല്ലാതാക്കിയെന്നത് തന്നെയാണ്. ഒരു പക്ഷേ
ടോക്സിക് റിലീസ് ചെയ്തിരുന്നെങ്കിൽ അവർക്കും പെർഫെക്റ്റ്ലി ലാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു 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 സീസണായിട്ട് ഇത് മാറിയേനെ എന്നതും കൂടി എടുത്തു പറയണം. കാരണം ഇതൊരു ഫെസ്റ്റിവൽ സീസണാണ്. ടോക്സിക് അവർ മാറ്റിവെച്ചത് തന്നെ യുദ്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ GCC കൺട്രീസിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. പക്ഷേ ടോക്സിക് ഒരു സർട്ടിഫൈഡ് സിനിമയാണ്. അത് എത്രമാത്രം GCC കൺട്രീസിൽ റിലീസാകുമോ എന്നതിനെ പറ്റിയൊരു ചോദ്യവും പ്രധാനപ്പെട്ടതായി മറ്റൊന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ടോക്സിക് ഈ ഒരു ഫേവററ്റ് കണ്ടീഷൻസിനെ അവർ തന്നെ ഇല്ലാതാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ഉറപ്പായിട്ടും തിയേറ്റേഴ്സിൻ്റെ എണ്ണം സ്പ്ലിറ്റാവും, കൗണ്ട് സ്പ്ലിറ്റാവും എന്ന് പറഞ്ഞാൽ പോലും ഒരു ലോങ് റണ്ണ് 3 സിനിമയ്ക്കും കിട്ടിയേനെ ഇഫ് ടോക്സിക് ഹാഡ് പോസിറ്റീവ് റിവ്യൂസ്. അതുകൊണ്ട് ടോക്സിക് ആ സീനിൽ നിന്ന് തന്നെ മാറുമ്പോഴേക്കും 2 പ്രധാനപ്പെട്ട സിനിമകൾക്കാണ് ഇവിടെ നിൽക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇനി വരാൻ പോകുന്ന സിനിമകളും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് മാർച്ച് 26 റിലീസാകാൻ പോകുന്ന നിവിൻ പോളി നായകനായി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന പ്രതിച്ഛായ എന്ന സിനിമയാണ്. ഷറഫുദ്ദീൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. ബാലേന്ദ്ര മേനോനും ഈ സിനിമയിൽ എത്തുന്നുണ്ട്. ഗോകുലം ഗോപാലനും RD ഇലൂമിനേഷൻസും ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. അതായത് ശ്രീ ഗോകുലം മൂവീസും RD ഇലൂമിനേഷൻസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലനും ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ഒരു പക്ഷേ ഒരു പൊളിറ്റിക്കലി ആംഗിളിൽ സംസാരിക്കുന്ന ഒരു സിനിമയും കൂടിയാണിത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് നിൽക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടികളൊക്കെ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയമായിട്ടൊരു ഫേവറേറ്റ് ഗ്രൗണ്ട് നിലവിൽ നിൽക്കുന്നതുകൊണ്ട് അത് തിയേറ്റേഴ്സിൽ ടിക്കറ്റ് കൗണ്ടാക്കി മാറ്റാനാണ് പ്രതിച്ഛായ ശ്രമിക്കുന്നത്. പക്ഷേ അതിന് തൊട്ടടുത്ത ആഴ്ച ദൃശ്യം 3 ഏപ്രിൽ 2 റിലീസിനെത്തുന്നു. വാഴ 2 ഏപ്രിൽ 2 റിലീസിനെത്തുന്നു. ഇതിൽ ദൃശ്യം 3ക്ക് റിലീസ് ഡേറ്റ് മാറ്റിവെക്കാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നത് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒഫീഷ്യലി ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സാധ്യതയാണ് നിൽക്കുന്നത്. കാരണം ഏപ്രിൽ 9 ഇലക്ഷൻസിൻ്റെ കാര്യവും ഇപ്പോൾ യുദ്ധ പശ്ചാത്തലത്തിലൊക്കെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു റിലീസിലേക്ക് ദൃശ്യം 3 കടക്കുമോ ഇല്ലയോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ മലയാളി പ്രേക്ഷകരൊട്ടാകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ തുടർച്ചയായി ഈ റിലീസുകൾ വരുന്നത് എന്നതും കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. സോ ദുരന്തറിനും ആട് 3ക്കും കേരള മാർക്കറ്റിൽ ഇനി ഒരു അടുത്ത ആഴ്ച ഒരു സ്റ്റഡി റൺ കിട്ടാൻ തന്നെയാണ് സാധ്യത. കൺസിഡറിങ് ഇനി വരാൻ പോകുന്നത് അവധിക്കാലവും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അവധിക്കാലം മാക്സിമം മുതലെടുക്കുക എന്നത് തന്നെയായിരിക്കും ഈ 2 സിനിമകൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഈ ശനിയും ഞായറും മാത്രമായിട്ട് ഒതുങ്ങാനുമല്ല. അപ്പോൾ ആ ഒരു റണ്ണ് സ്റ്റഡി ആയിട്ട് കിട്ടുക. ആട് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വർക്കിംഗ് ഡേയ്സിലാണ് ഈ 2,56,000 ടിക്കറ്റ് കഴിഞ്ഞ് 24 മണിക്കൂറിനുള്ളിൽ വിറ്റഴിക്കപ്പെട്ടത്. അപ്പോൾ ആ ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു ഗ്രോത്ത് കുറച്ചുകൂടെ ഒന്ന് മേളിലോട്ട് പോകാൻ തന്നെയായിരിക്കും ആടും ശ്രമിക്കുന്നത്. അതിനുള്ള പരമാവധി പ്രൊമോഷൻസ് അവിടെ നടത്തുമെന്ന് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിലും കൂടി പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ദുരന്തർ ആവട്ടെ ഇനി പ്രൊമോഷൻ്റെ ആവശ്യമൊന്നുമില്ല. ആദ്യത്തെ ദേർ ഇപ്പോൾ പരസ്യമായിട്ട് ജനങ്ങളെ വന്ന് കാണുകയും ഈ പ്രീമിയർ ഷോസ് ക്യാൻസൽ ചെയ്തതിനെക്കുറിച്ച് മാപ്പൊക്കെ പറയുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ അതൊന്നും ദുരന്തറിൻ്റെ കളങ്കത്തെ കെടുത്തുന്ന പരിപാടിയൊന്നുമല്ല. ഉറപ്പായിട്ടും ആരാധകർക്ക് വിഷമമുണ്ട്. ചില പ്രീമിയർ ഷോസ് ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. അതിന് പിന്നിൽ തിയേറ്റേഴ്സിലെ പ്രതിഷേധത്തിനുള്ള വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്നു. ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഈ 2 സിനിമകളും കൃത്യമായി ലാൻഡ് ചെയ്തു എന്നത് തന്നെയാണ്. അതായത് ആ കണ്ടന്റ് കൃത്യമായി തന്നെ തിയേറ്റേഴ്സിലെത്തി. അത് കാണാനും സ്വീകരിക്കാനും 2 വിഭാഗത്തിലുള്ള ഓഡിയൻസ് തിയേറ്ററിലേക്ക് വരുന്നുണ്ട് എന്നത് തന്നെയാണ്. ഒന്ന് ദുരന്തർ ഇഷ്ടപ്പെടുന്ന ഫ്രാഞ്ചൈസ് ഇഷ്ടപ്പെടുന്ന ആളുകളും എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആട് നെഞ്ചിലേറ്റി 11 വർഷത്തോളം നെഞ്ചിലേറ്റി കൊണ്ട് കിടക്കുന്ന ആരാധകരും തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട്. അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ 2 സിനിമയും ഇതിലത്തെ ക്ലാഷ് റിലീസിൽ ആര് ജയിച്ചു ആര് തോറ്റു എന്നതിനേക്കാൾ ഉപരി 2 സിനിമയ്ക്കും കൃത്യമായൊരു സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട്. അത് മുതലാക്കുക എന്നത് തന്നെയായിരിക്കും ഈ 2 സിനിമകളും ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.